ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെണ്ടക്കാപ്പുളി റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു 2 അല്ലി കറിവേപ്പില, ഒരു 2 പച്ചമുളക് അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഏകദേശം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു അത്യാവശ്യം പഴുത്ത ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചൂടാക്കിയ മല്ലിപ്പൊടിയാണ്, എന്നാലും നമ്മൾ ഇതിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞിട്ട് ഉള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മളെ വെണ്ടക്കാപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.